സംസ്ഥാന സർക്കാരിന്റെ ഫിഷറീസ് പദ്ധതിയിൽ പണം മുടക്കി വഞ്ചിക്കപ്പെട്ട സംരംഭകർ മിമി അക്വാടെക്കിലൂടെ ഔട്ട്ലെറ്റ് തുടങ്ങാനായി അപേക്ഷ നൽകി കാത്തിരുന്നവർക്കാണ് പദ്ധതി തന്നെ ഉപേക്ഷിച്ച സർക്കാർ നടപടി ഇരുട്ടടിയായത്. ഇത് തൃപ്പൂണിത്തറ സ്വദേശി രാജേഷ്. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയിൽ പണമടച്ച് വ്യവസായം തുടങ്ങാൻ കാത്തിരുന്ന ഒരു സംരംഭകൻ. ഇദ്ദേഹം അനുഭവിച്ച ദുരവസ്ഥ കേൾക്കുക. 2022 സർക്കാർ, നമ്മുടെ കേരള സർക്കാർ ഒരു വിപുലമായ ഒരു ഫിഷറീസ് പദ്ധതി തുടങ്ങി. മിമി അക്വാടെക് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് തുടങ്ങി. തിരുവനന്തപുരത്തും കൊല്ലത്തുമൊക്കെ ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ചെയ്യുകയും ഇതിൻ്റെ സപ്ലൈകൾ ആരംഭിക്കുകയും ചെയ്തു. ഞാൻ ഈ ഔട്ട്ലെറ്റിന് അപേക്ഷ കൊടുക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ 1 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റും 40,000 രൂപ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ് പണം മേടിച്ചത്. അതായത് ഇതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഇത് ബുക്ക് ചെയ്ത് ഡയറക്റ്റ് ഹോം ഡെലിവറി സിസ്റ്റവും കൗണ്ടർ പർച്ചേസും എന്നുള്ള രീതിയിൽ 40,000 രൂപ സോഫ്റ്റ്വെയറിന് ചാർജും വേണമെന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു. നാളെ ഇതുവരെയായിട്ട് ഇവർ ഈ ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്യുകയോ, ഞാൻ 6 മാസം എല്ലാ മാസവും വിളിക്കുമ്പോഴത്തേക്കും സെപ്റ്റംബറിലൊക്കെ നിങ്ങളുടെ ഔട്ട്ലെറ്റ് ഓപ്പൺ ആകുമെന്ന് പറയുകയും ചെയ്തു. ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്യുകയും ചെയ്തില്ല. പിന്നെ ഇവരായിട്ട് ഞാൻ ബന്ധപ്പെടാൻ 6 മാസത്തിന് ശേഷം പലതവണ ഞാൻ ബന്ധപ്പെടാനും ഒരു മിമി അക്വാടെക്കിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഫോണില്ല, ഫോൺ എക്സ്പയറി ആയി. 1 ലക്ഷം വ്യവസായ സംരംഭമെന്ന മുദ്രാവാക്യവുമായി രംഗത്തെത്തിയ വ്യവസായ വകുപ്പ് ഈ പദ്ധതിയിലൂടെ ഒരൊറ്റ ഔട്ട്ലെറ്റ് പോലും തുടങ്ങാൻ കളമൊരുക്കിയില്ല എന്നതാണ് വസ്തുത. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വ്യവസായ മന്ത്രി ഇവിടെ 1 ലക്ഷം വ്യവസായം തുടങ്ങിയെന്ന് പറഞ്ഞ സമയത്തില്ലേ, MSME രജിസ്ട്രേഷൻ എടുത്തൊരു വ്യവസായ ലോണാണ് ഞാൻ എടുത്തത്. ഇന്നേ വരെ ഈ സ്ഥാപനം തുടങ്ങുകയും ചെയ്തില്ല, എൻ്റെ പണം തിരിച്ചു കിട്ടിയിട്ടില്ല. അവസാനം ഞാൻ പോയി എന്നുള്ളത് നഷ്ടപ്പെട്ടു, എൻ്റെ ഒരു ബാധ്യതയായിരുന്നു ഞാൻ വിചാരിച്ചപ്പോൾ ഞാൻ ഈ നവകേരള സദസ്സ് എടുക്കുമ്പോൾ എല്ലാ പരാതികളും സർക്കാർ പരിഹരിക്കേണ്ടതെന്ന് മനസ്സിലായപ്പോൾ പറഞ്ഞു കണ്ണൂർ ഒരു ലാപ്ടോപ്പ് ഒരു തേർഡ് പാർട്ടിക്ക് കൊടുത്തൊരു കുട്ടിയുടെ പൈസ വരെ 7-ാം ദിവസം തിരിച്ചു കിട്ടിയെന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വിളിച്ചു ഇങ്ങനെ ഒരു പരാതി കൂടെ കൊണ്ട് കൊടുത്തേക്കാന്ന് വെച്ചു. ഞാനൊരു പരാതി കൊണ്ട് കൊടുത്തത് എൻ്റെ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റും വെച്ചാണ് ഞാൻ കൊടുത്തത്. അവസാനം കിട്ടിയ മറുപടി എന്ന് പറയുന്നത് സർക്കാർ ഈ പദ്ധതിയായിട്ട് യാതൊരു ബന്ധമില്ലെന്നുള്ള രീതിയിലാണ്. മിമി ആപ്പിന്റെ ഉദ്ഘാടനം നടത്തിയത് മന്ത്രിമാരാണ്. തുടർന്ന് ആരംഭിച്ച നാമമാത്രമായ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും ചെയ്തു. ഈ പദ്ധതിയിൽ നിക്ഷേപിച്ച് പണം നഷ്ടപ്പെട്ടവരിൽ രാജേഷ് ഒറ്റയ്ക്കല്ല. 60ഓളം പേരാണ് സംരംഭം തുടങ്ങാൻ 2 ലക്ഷത്തോളം രൂപ മുടക്കി ചതിയിൽപ്പെട്ടത്. ജനം, കൊച്ചി.